കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ കേരളത്തിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ന്യൂസുകളായിരുന്നു മാധ്യമങ്ങൾ മുഴുവനും പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് പല മാധ്യമങ്ങളും രംഗത്ത് വന്നു. ഒരുപാട് മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ കാതലായ ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ഒന്ന് രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന പല ന്യൂസുകളും നമ്മൾ കണ്ടു. ഈ മുല്ലപ്പെരിയാർ വിഷയം നമ്മുടെ കേരളത്തിലെ 99% ചാനലുകളും ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം അത് ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെയാണ്. പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതുകൊണ്ടോ പൊട്ടാനുള്ള കാരണം അന്വേഷിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് കിടന്ന് നിലവിളിച്ചത് കൊണ്ടോ കാര്യമില്ല. ചർച്ച ചെയ്യേണ്ട സമയം ഇപ്പോൾ തന്നെയാണ്. നടപടിയെടുക്കേണ്ടതും ഇപ്പോൾ തന്നെയാണ്. പരിഹാരം കാണേണ്ടതും ഇപ്പോൾ തന്നെയാണ്. അപ്പോൾ അധികാരികളുടെ കണ്ണിൽ ഈ വിഷയം ഗൗരവമായി എത്തട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ മിക്ക ചാനലുകാരും ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്തു തുടങ്ങി. ഒരൊറ്റ ചാനൽ മാത്രമാണ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്. അത് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, ഞാനത് പറയുന്നില്ല. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഒന്ന് രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. വലിയ സംഭവം. കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമായി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. അവർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് ഏതോ സെലിബ്രിറ്റികളെ കുറിച്ച് സംസാരിച്ചു എന്നാണ്. ഇതൊക്കെ സത്യത്തിൽ വെറും ഒരു നാടകമാണ്. കേരളത്തിൽ ഇതിന് മുമ്പും ഇതുപോലെ നാടകം നടത്തിയിട്ടുണ്ട്. അഥവാ മുല്ലപ്പെരിയാർ വിഷയം ജനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു വിടുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു വെറും തെരുവ് ഷോ എന്ന് നമുക്കിതിനെ പറയാം. മുല്ലപ്പെരിയാർ വിഷയം ഇവിടെ ആരും ചർച്ച ചെയ്യാൻ പാടില്ല. കാരണം തമിഴ്നാടിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു സംഖ്യ കൈപ്പറ്റുന്ന ധാരാളം ആളുകൾ, അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. വലിയൊരു ലോബി തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കഞ്ഞികുടി മുട്ടിക്കുമോ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് ചർച്ചകൾ പോകുന്നുണ്ടോ എന്ന് തോന്നിയപ്പോഴേക്ക് സർക്കാർ ഇതുപോലെ ഒരു നാടകം തുടങ്ങി. ഇതിന് മുമ്പും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഏതോ ഒരു ചെറുക്കൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ വെള്ളം നിറച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് നടന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രധാന വിഷയം വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ആ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അത് വലിയ വിഷയമായിരുന്നു. ചില്ലി കേസുകളൊക്കെ വലിയ വിഷയമാകുന്നു. ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് മറ്റു പല വലിയ കാര്യഗൗരവമല്ലാത്ത മറ്റു പല വിഷയങ്ങളിലേക്കും മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും നക്കാപിച്ച ചായപ്പൈസ കൊടുത്തുകൊണ്ട് അവരങ്ങോട്ട് പറഞ്ഞു വിട്ട ശേഷം ജനങ്ങളുടെ ശ്രദ്ധ ഇതിൽ നിന്ന് മാറ്റുന്നു. ഇതാണ് സത്യത്തിൽ ഈ അറസ്റ്റ് കൊണ്ടും ഈ വക നാടകങ്ങൾ കൊണ്ടുമൊക്കെ സംഭവിക്കുന്നത്. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് സെലിബ്രിറ്റികളെ കുറിച്ച് ഒന്നും സംസാരിക്കാൻ പാടില്ല. പണമുള്ളവരെ കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല. അഥവാ സംസാരിച്ചാൽ അപ്പോഴേക്ക് പോലീസ് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു, വീട് ചെക്ക് ചെയ്യുന്നു എന്ന് വേണ്ട, അവനക്കെതിരെ ചുമത്താൻ കഴിയുന്ന എല്ലാ കേസുകളും ചുമത്തിക്കൊണ്ട് അകത്തിടുന്നു. മറ്റൊന്ന്, മുല്ലപ്പെരിയാർ വിഷയം നമ്മളൊക്കെ കേട്ടവരായിരിക്കും. ദശലക്ഷക്കണക്കിന് ആളുകളുടെ തലക്ക് മുകളിൽ വലിയൊരു വെല്ലുവിളിയായിക്കൊണ്ട് ഒരു ആറ്റം ബോംബ് കണക്കെ അവിടെ നിൽക്കുന്ന 150 ഏകദേശം 130 വർഷത്തോളമായി നിൽക്കുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന മുതുമുത്തപ്പൻ ഏത് സമയത്തും പൊട്ടി വീഴാം. അതിനിടക്കാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ആരും ആശങ്കപ്പെടണ്ട എന്ന്. ആരും ആശങ്കപ്പെടണ്ട എന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഇതിപ്പോഴല്ലേ ചർച്ച ചെയ്യേണ്ടത്. ഇത് പൊട്ടിക്കഴിഞ്ഞ് ഒരുപാട് ആളുകൾ അറബിക്കടലിൽ പോയി മരണപ്പെട്ടതിന് ശേഷം അപ്പോഴും സർക്കാർ ചിലപ്പോൾ പറയും ഭയം വേണ്ട, ജാഗ്രത മതി എന്ന് പറയും. കാരണം ആ രൂപത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ പിഴ കൂട്ടാൻ ആളുകളുടെ കയ്യിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ പണം പിഴുതെടുക്കാൻ പറ്റുമോ അതിന് പറ്റുന്ന എല്ലാ രീതികളെക്കുറിച്ചും ഇവിടെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയത്തിലാണ് ഇപ്പോൾ കേരളം കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ജനങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടോ, അപകടമുണ്ടോ, അതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല.
ഉള്ള ആളുകളിൽ നിന്ന് ഏതൊക്കെ രീതിയിൽ പണം പിഴിഞ്ഞെടുക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ അതിനെക്കുറിച്ചാണ് നമ്മുടെ സർക്കാർ ഇവിടെ വളരെ ഗൗരവമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികളെ കുറിച്ച് മിണ്ടരുത്, പണമുള്ളവനെ കുറിച്ച് മിണ്ടരുത്. അവൻ എന്ത് ചെയ്താലും അതൊക്കെ നമ്മൾ സഹിക്കുക. സർക്കാരിനെ കുറിച്ച് മിണ്ടാൻ പാടില്ല. അപ്പോഴേക്ക് ഇപ്പോൾ ഇന്നലെ പിടിച്ചുകൊണ്ടുപോയ ഒരു മാധ്യമപ്രവർത്തകൻ പോകുന്ന സമയത്ത് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറയുന്നുണ്ട്, ഞാൻ മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അന്ന് തുടങ്ങിയതാണ് എനിക്കെതിരെയുള്ള നീക്കങ്ങൾ എന്ന് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് മാധ്യമപ്രവർത്തകരോട്. അദ്ദേഹം എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കാറുണ്ട്. അപ്പം അദ്ദേഹം ഈ വിഷയം സംസാരിച്ചതിന് ഈ വിഷയമാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വിഷയം പറയുന്നവരെയൊക്കെ പൂട്ടാൻ, അവരുടെ വായ മൂടിക്കെട്ടാൻ, അവരെ നിലക്ക് നിർത്താൻ അതിൻ്റെയും പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ജനങ്ങളുടെ ജീവന് ഭീഷണി അതൊന്നും ഇവിടുത്തെ സർക്കാരിന് യാതൊരു വിഷയവും അല്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇതിനെതിരെ സംസാരിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കും നാളെ ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിലേക്കും ചെക്കിങ്ങും അതുപോലെ തന്നെ വീട് ചെക്ക് ചെയ്യാനും പോലീസ് കേസുമായിട്ട് വരും. നിങ്ങൾ കരുതിയിരിക്കുക.